സന്തോഷവൽക്കാരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ഗോഡ്. വൈകിയവേളയിൽ നമുക്ക് UPF-നുള്ള ബന്ധത്തിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയറിനുള്ള ബന്ധത്തിൽ തന്നെ വൈകിയവേളയിൽ നമുക്ക് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വലിയ സാവകാശത്തെ ഓർത്ത് കർത്താവിന് മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്. എനിക്കേറെ സന്തോഷം തോന്നി ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഇപ്രകാരം ഓർമ്മിപ്പാനായിട്ട് വന്നല്ലോ. 40-ൽ പരം വർഷങ്ങളായി കുന്നംകുളത്തുള്ള പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ UPF കൺവെൻഷൻ നടത്തുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. സ്തോത്രം. ഞാനൊരു തൃശ്ശൂരുകാരനാണ് എങ്കിൽ തന്നെയും ആ നിലയിലുള്ള പ്രവർത്തന മേഖലകളൊന്നും തൃശ്ശൂർ പട്ടണത്തിലില്ല. ആദ്യമേ പ്രാരംഭ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 92, 93 കാലയളവുകൾ മുതൽ ഏകദേശം എനിക്ക് 2000 വർഷങ്ങളോളം വരെ UPF-ന്റെ പ്രവർത്തനങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്ക് എവിടെയൊക്കെയോ വെച്ച് പാളിച്ചകൾ സംഭവിച്ച് എവിടെയൊക്കെയോ സ്തോത്രം അകലം വിട്ട് അനുഗമിക്കുന്ന സഭകൾ തമ്മിൽ, കർത്താവ് തമ്മിലല്ല, സഭകൾ തമ്മിൽ അകലം വിട്ട് അനുഗമിക്കുന്ന ഒരു വേളയാണ്. ഞാൻ തൃശ്ശൂർ ചർച്ചകോട് ടൗൺ ചർച്ചിലെ ഒരു മെമ്പറാണ്. സ്തോത്രം. 98 മുതൽ കർത്താവിൻ്റെ വേലയിലുണ്ട്. സ്തോത്രം. അത് ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷണറിയായി കർത്താവിൻ്റെ വേലയിലായിരിക്കാനും തുടർന്ന് മറ്റൊരു രാജ്യത്ത് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവടയാക്കി. അതിനുശേഷമാണ് ഈ ദൈവസഭയുടെ ഉത്തരവാദിത്തം പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് കർത്താവ് എന്നെ ഏൽപ്പിച്ചത്. അതോർത്ത് കർത്താവിന് സ്തോത്രം. അത് ഇവിടെയുള്ള കർത്തൃഭൃത്യന്മാരെ കാണുവാൻ, നിങ്ങളുടെ സ്നേഹ സന്തോഷങ്ങൾ ഒക്കെ അനുഭവിപ്പാനും ദൈവം ഈ ദിവസങ്ങളിൽ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിവിടെ പരിചയപ്പെടുത്തിയ സന്തോഷ് പാസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന് വേണ്ടി വളരെ തീക്ഷ്ണമായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ. ആമേൻ. കർത്താവ് ഈ ദിവസങ്ങളിൽ തന്നെ സഹായിക്കട്ടെ. അതുപോലെ ഇവിടെ സന്നിധരായിരിക്കുന്ന UPF-ന്റെ സീനിയർ ഫോറം ദൈവഭൃത്യന്മാർ, സ്തോത്രം, ദൈവദാസിമാരുണ്ട്. ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്താവിൻ്റെ ഭൃത്യൻ, അതുപോലെ എന്നെ ഈ വചനം ഷെയർ ചെയ്യുവാനായിട്ട് ഈ സന്ധ്യയിൽ ക്ഷണിച്ച പ്രസിഡന്റായിരിക്കുന്ന ലിബിൻ പാസ്റ്റർ എന്നു വേണ്ട എല്ലാ കർത്തൃഭൃത്യന്മാർക്കും ദൈവദാസിമാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവചനത്തെ അറിയിക്കുകയാണ്. സമയം ദീർഘിപ്പിക്കുന്നില്ല, വളരെ ചുരുക്കമായ സമയം. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ നാം ആയിരുന്നു. പ്രാർത്ഥനയ്ക്കാണ് നാം പ്രാധാന്യത കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. UPF-ന്റെ വരും ദിവസങ്ങളിലെ ക്രമീകരിക്കുകയും നാം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ ചില നിമിഷങ്ങളിൽ മാത്രം തിരുവചനത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വളരെ വളരെ സുപരിചിതമായ ഒരു ഭാഗത്തേക്ക് മാത്രം എൻ്റെ ശ്രദ്ധയെ തിരുപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് ഈ വൈകിയവേളയിൽ വായിപ്പാൻ ഇടയായത്. പ്രഭാതത്തിൽ ഈ ദേശത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആത്മീക ആരാധനയിലായിരിക്കാനും തുടർന്ന് നാം സ്തോത്രം ഉപവാസ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ നമ്മുടെ മധ്യയുണ്ട്. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം. ഈ 10-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ്, ആമേൻ, സ്തോത്രം, അവൻ ആടുകളുടെ വലിയ വാതിൽ അല്ലെങ്കിൽ ആടുകളുടെ ഇടയൻ എന്ന നിലയിലൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സുവിശേഷത്തിന്റെ ആമേനാലിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ വളരെ ലളിതമായ നിലയിൽ നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. പ്രൈസ് ഗോഡ്. 3 ഭാഗങ്ങളായി ഇതിനെ നമുക്ക് തിരിക്കാം. 1, തനിക്കുള്ളവയ്ക്ക് പുറത്തു കൊണ്ടുപോകുന്ന നല്ല ഇടയൻ. 2, അവയ്ക്ക് മുമ്പായി നടക്കുന്ന ഇടയൻ. 3-ാമതായി സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആടുകൾ അനുഗമിക്കുന്ന ഇടയൻ. പ്രൈസ് ദി ലോർഡ്. 3-ൽ നിന്നും ദീർഘസമയം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ ഒരു പക്ഷേ എൻ്റെ ആയുസ്സിനോട് അത്ര തന്നെ കർത്താവിൻ്റെ വേലയിൽ പരിചയമുള്ള സീനിയേഴ്സായ പാസ്റ്റേഴ്സ് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. തനിക്ക് ഉള്ളവയ്ക്കുകയും പുറത്തു കൊണ്ടുവന്ന ശേഷം അവയ്ക്ക് മുമ്പായി നടക്കുന്നു. മുന്നമേ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഇടയൻ, സ്തോത്രം, നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായം 18 ഇപ്രകാരമാണ്: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ വെച്ചതുകൊണ്ട് താൻ അനുഭവിക്കുന്ന നന്മകൾ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയം എന്തു ചെയ്യുന്നു? സന്തോഷിക്കുന്നു. എൻ്റെ മനസ്സാനന്ദിക്കുന്നു. എൻ്റെ ജഡം നിർഭയമായി വസിക്കുന്നു എന്ന് സങ്കീർത്തനകാരൻ പറയുന്നു. എപ്പോഴും ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഭൃത്യന് ചേർന്ന് പറയുവാൻ ഉള്ളത്
എൻ്റെ ആത്മാവിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജഡത്തിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെയും ആനന്ദവും സന്തോഷവും ആമേൻ സുരക്ഷിതത്വവും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്ന് ഒരു വൃത്തിന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ 2025 എന്ന പുതിയ വർഷത്തിൽ പ്രവേശിച്ച നമുക്കേവർക്കും കരങ്ങൾ ഉയർത്തി പറയുവാൻ കഴിയും, ആമേ സത്യദൈവത്തെ എൻ്റെ മുമ്പിൽ വെച്ചതുകൊണ്ട് ഞാൻ നിർഭയനായി ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ വസിക്കുകയാണ്. ആമേൻ സുവിശേഷത്തിന് വേണ്ടി ഞാൻ പങ്കാളിയായി ചുമൽ കൊടുക്കുന്ന ഇടത്ത് ആമേൻ സ്തോത്രം, ഈ ദിവസങ്ങളിൽ നിർഭയമായി എനിക്ക് വസിക്കുവാൻ കഴിയുന്നത് എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചതുകൊണ്ടാണ്. ആമേ വചനത്തെ ഞാൻ മുന്നമേ ചലിക്കുവാൻ ആമേ ഞാൻ ഏൽപ്പിച്ചത് കൊടുത്തത് കൊണ്ട്, ദൈവ സാന്നിധ്യത്തെ എൻ്റെ മുമ്പിൽ നടക്കുവാൻ ഏൽപ്പിച്ചത് കൊണ്ട്, ആമേ ദൈവത്തിന്റെ ആലോചനയെ എൻ്റെ മുമ്പേ കടന്നു ചെല്ലുവാൻ ഞാൻ ഏൽപ്പിച്ചത് കൊണ്ട്, ദൈവഹിതത്തെ എൻ്റെ മുമ്പിൽ കടന്നു പോകുവാൻ ഞാൻ ഏൽപ്പിച്ചത് കൊണ്ട് സ്തോത്രം, ഞാൻ നിർഭയനായി വസിക്കുന്നവനാ. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. ആമേൻ. നാം കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും ആമേൻ ഒരു ദൈവ പൈതൽ പറയുവാൻ കഴിയട്ടെ, എൻ്റെ ജീവിത യാത്രയിലുടനീളവും ആമേൻ എൻ്റെ നല്ല ദൈവത്തെ എൻ്റെ മുന്നമേ വെച്ച് ആമേ സ്തോത്രം. അതെ, എബ്രായ ലേഖകൻ ഇപ്രകാരമല്ലയോ പറയുന്നത്, സ്തോത്രം, അതേ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി. അങ്ങനെയെങ്കിൽ യേശുവിനെ നോക്കണമെങ്കിൽ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങേ അമേ സ്തോത്രം, വിശ്വാസത്തിന്റെ നായകൻ നമ്മുടെ മുമ്പിലുണ്ട്. അമേ വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ UPF ഭാരവാഹികൾ, UPF അഭ്യുതകാംക്ഷികൾ ഒരുമിച്ച് ചേർന്ന് പറയുവാൻ കഴിയട്ടെ, അമ്മേ സ്തോത്രം, ഞങ്ങൾ വിശ്വസിക്കുന്ന ഇതാണ്, ജനുവരിയിൽ ഞങ്ങൾ ക്രമീകരിക്കുന്ന അമേൻ ആത്മിക ഉണർവ് യോഗത്തിൽ, ആ കൺവെൻഷനിൽ അമേ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, അമേ ചില അമേൻ ദൈവ പ്രവർത്തികൾ നടക്കട്ടെ, ചില പാപികൾ മാനസാന്തരപ്പെടട്ടെ, ദേശത്ത് ഒരു ഉണർവിനെ കാറ്റടിക്കട്ടെ. അത് ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങളുടെ മുമ്പിലുള്ള അമേ യേശുവിനെ നോക്കി വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ വൈകികളിൽ നമുക്ക് പറയുവാൻ കഴിയും, അമേ സ്തോത്രം, അതേ സ്തോത്രം, മുമ്പായി നടക്കുന്ന ഒരു നല്ല ദൈവം. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു ദൈവിക ആലോചന ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ. നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധി ആകട്ടെ, പല നിലയിൽ നാം ദൈവികാലോചന കേൾക്കുവാനായിട്ട് പരിശ്രമം നടത്തും. ഒരു പക്ഷേ ഒരു പ്രവാചകനിൽ നിന്നുള്ള ദൈവിക ദൂതോ, ഒരു ആത്മിക സന്ദേശമോ, വേദ പാരായണത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയസ്ഥമായി ഇടപെടുന്ന അനുഭവങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നാം നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങളോ ഒരു പരിധി വരേക്കും ഒരു ദൈവ പൈതലിനെ എന്ത് ചെയ്യുന്നു? ആമേ സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതികൾ, പ്ലാനുകൾ വെളിപ്പെടുത്തി കൊടുക്കുക. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കറിയുവാൻ കഴിയുന്നു, ദൈവം നമ്മെ മുമ്പേ നടക്കണമെങ്കിൽ അതിന്റെ പുറകിൽ മറ്റൊരു വിഷയം പ്രാരംഭമായി യോഹന്നാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു? 4-ാം വാക്യത്തിന്റെ അതിന്റെ പ്രാരംഭത്തിൽ ഇപ്രകാരമല്ലയോ വായിക്കുന്നത്, തനിക്കുള്ളവയെ ഒക്കെയും അവൻ പുറത്തു കൊണ്ടുപോകുന്ന ദൈവമാ. സ്തോത്രം. ഒരു ദൈവിക ആലോചന ദൈവം നമ്മോട് ഇടപെടണമെങ്കിൽ, അമേ ദൈവ ശബ്ദം നാം കേൾക്കണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് നാം ഇറങ്ങി വരേണ്ടത് ആവശ്യമാണ്. അമേ സ്തോത്രം. നാം ആയിരിക്കുന്ന ഏത് മേഖലയാണോ ഒരു പക്ഷേ ദൈവത്തിന് അവിടെ ഇടപെടുവാൻ കഴിയുകയില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക്, ഒരു നിലവാരത്തിലേക്ക് ഒരു ദൈവ പൈതൽ ഉയരുവാൻ ആമേൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ വ്യക്തിയിൽ കൂടെ വെളിപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ സ്വർഗത്തിലെ ആമേൻ ദൈവം ഇപ്രകാരം പറയുകയാണ്, എനിക്ക് ഉള്ളവയെ ഒക്കെയും ഞാൻ എന്ത് ചെയ്യുന്ന ദൈവമാ? പുറത്ത് കൊണ്ടുപോകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആശ്ചര്യമായി നമുക്കറിയാം, മുമ്പിൽ നടക്കുന്ന ദൈവത്തെ ആഗ്രഹമാണ്, പക്ഷേ പുറത്ത് കൊണ്ടുപോകുന്ന ഇടയനെ നമുക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. സ്തോത്രം. കാരണം ഒരു പക്ഷെ നമ്മുടെ കംഫർട്ട് സോണിനെ എന്ത് ചെയ്യും? അത് പൊളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞെല്ലാം ടണാട്ടൻ നടക്കുന്നു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ പറഞ്ഞാൽ നാം പറയും, ഇല്ല, ഇങ്ങനെയുള്ള ഒരു മിനിസ്ട്രി ഞാനിവിടെ സാറ്റിസ്ഫൈഡാ. ആമേൻ. ഹല്ലേലൂയ. ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ പറയും, ഇതെനിക്കൊരു കംഫർട്ട് സോണാണ്, പ്രശ്നങ്ങളില്ല, കാര്യങ്ങളൊക്കെ ചന്തമുചിതമായി നടക്കുന്നു, കുഞ്ഞുങ്ങളുടെ പഠനം, ഭാവി, എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ നിലയിൽ മാന്യതയോടെ നടക്കുകയാണ്. ഇന്ന് എനിക്ക് തല ഉയർത്തി നിൽക്കാം,
സ്തോത്രം. പക്ഷേ ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആ കംഫർട്ട് സോണ് ദൈവം ഈ ദിവസങ്ങൾ പൊളിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവത്തിന് ആമേൻ ഹല്ലേലൂയ ദൈവ ശബ്ദം കേൾക്കുന്ന വ്യക്തിയിൽ കൂടെ ചില പ്രത്യേക ശുശ്രൂഷകൾ, ആമേൻ, ചില പ്രത്യേക പദ്ധതികൾ അത് വെളിപ്പെടുത്തണമെങ്കിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് നാം പുറത്തു വരേണ്ടത് സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങൾ ദൈവ പൈതലെ നിന്നെ പുറത്ത് കൊണ്ടുവരുമ്പോൾ നിന്റെ ഹൃദയം ഭാരപ്പെടേണ്ട. ദൈവം നിനക്ക് വേണ്ടി ഒരു മേത്തരമായ ഒരു കോതമ്പ്, അതെ, മേത്തരമായ ഒരു അനുഭവം സ്വർഗം നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആടുകളോടുള്ള വിഷയത്തിലാണല്ലോ ഇവിടെ നാം സംസാരിക്കുന്നത്. നമുക്കറിയാം, പച്ച പുൽമേടുകളിലേക്കാണ് ആടുകളെ കൊണ്ടുപോകുന്നത്. ഇടയന്റെ കീഴിൽ ആടുകൾ സുരക്ഷിതരാ. ആമേൻ. അവർക്കുള്ള സെക്യൂരിറ്റി ഉണ്ട്, അൺസർട്ടിനിറ്റി അവരുടെ ജീവിതത്തിലില്ല. അവർക്ക് ഫ്യൂച്ചർ, ആമേൻ, സ്തോത്രം, ആ ഇടയന്റെ കീഴിൽ ഏറ്റവും, ആമേൻ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട നിലയില്ല. എങ്കിലും സ്വർഗം എന്ത് ചെയ്യുന്നറിയാമോ? ആ സംരക്ഷിത വലയത്തെ ചിലപ്പോഴൊക്കെ പൊളിക്കും. ആമേൻ, സ്തോത്രം. നോക്കൂ, കാവൽ നിൽക്കുന്ന ഇടയൻ, ആടുകൾ ആ കൂടിനകത്ത് സുരക്ഷിതരായി നിൽക്കുമ്പോൾ ഒരു വേള ഇടയൻ ആ കൂടിന്റെ സാഹചര്യത്തെ അങ്ങ് മാറ്റുക. നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇപ്രകാരമാണ്, ആമേൻ, സ്തോത്രം. പക്ഷി തൻ്റെ കൂടുകളെ അനക്കി അതിന് എന്ത് ചെയ്യുകയാണ്? പറക്കുവാൻ പഠിപ്പിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അതൊരു കംഫർട്ട് സോണാണ്. തൻ്റെ മാതാവ് തൻ്റെ, സ്തോത്രം, ശരീരം വലിച്ചെടുത്ത, ആമേൻ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ തൂവലുകളുടെ മേളിൽ കിടക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ആ കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങൾക്ക് ഇവിടെ, ആമേൻ, പരിചിതരാ, ഞങ്ങൾ ഇവിടെ സുഖ സംശിതരാ, ഭക്ഷണമുണ്ട്, സംരക്ഷണമുണ്ട്, ആമേൻ, മാതാവിന്റെ കരുതലുണ്ട്, എല്ലാം ഇവിടെയുണ്ട്, ഞങ്ങൾക്കിത് വിട്ടു പോകണ്ട. പക്ഷേ നമുക്കറിയാം, ആ തൂവിൽ അടിയിൽ, ആമേൻ, കടുകൻ തന്റെ, ആമേൻ, സ്തോത്രം, കൂട് പണിയുന്നത്, അതേ, സ്തോത്രം, അത് മുള്ളുകൾ കൊണ്ട്, ആമേൻ, താൻ കൂട് പണിയുന്നവനാ. അതിന്റെ മേലാണ് ആ സോഫ്റ്റ് ആയിട്ടുള്ള തന്റെ തൂവിലുകൾ നിരത്തി വെച്ചിരിക്കുന്നത്. ഒരു വേളയുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് പറക്കേണ്ട ഒരു സമയമുണ്ട്. അത് കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ അറിയുന്ന ഒരു അമ്മയുണ്ട്. ആമേൻ, സ്തോത്രം. എന്ത് വെച്ചാൽ തന്റെ വിശാലമായ ചിറകൾ കൊണ്ട് അടിക്കുമ്പോൾ ആ തൂവലുകൾ, ആ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്, ആമേൻ, അത് മാറിപ്പോകുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കാൻ തുടങ്ങും. ആമേൻ. ഈ വേദനിക്കാൻ തുടങ്ങുമ്പോൾ കടുകിന് പറയുവാനുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്ഥിരമായി ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് പറക്കുവാൻ കഴിയുകയില്ല. ഈ ദിവസങ്ങൾ നമ്മുടെ കംഫർട്ട് സോണിനെ സ്വർഗം പൊളിക്കുന്നതിനെന്നറിയാമോ? നമുക്ക് പറക്കുന്ന ഒരു ദിനമുണ്ട്. ആമേൻ. കാഹളം ധ്വനിക്കുമ്പോൾ നാം പറന്ന് ഉയരണമെങ്കിൽ, ദൈവ പദ്ധതിക്ക് വേണ്ടി നാം പറന്ന് ഉയരണമെങ്കിൽ ഈ ദിവസങ്ങൾ, ആമേൻ, നാം സുരക്ഷിതമെന്ന് ചിന്തിക്കുന്ന, എല്ലാം അഭികാമ്യമെന്ന് ചിന്തിക്കുന്ന ചിലതിനെയൊക്കെ സ്വർഗം പൊളിക്കുമ്പോൾ നീ ഭാരപ്പെടണ്ട, പിറുപിറുക്കണ്ട, നിന്റെ ഹൃദയം ഭാരപ്പെടണ്ട. പിന്നെയോ, നാഥൻ നിനക്ക് വേണ്ടി നല്ലതൊന്ന് കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളെ ആ നിലവിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഒരു പ്രാവശ്യം ഞാൻ ഈ മെസ്സേജ് എൻ്റെ സഭയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ മറ്റൊരു വശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം ഇതിന്റെ 22-ാമത്തെ തിരുവചന ഭാഗം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. നമുക്കറിയാം, ഈ 12 ശിഷ്യന്മാർ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുക. കാരണം എന്താണ്? ചില ദിവസങ്ങളിൽ യേശു ഒരു വലിയ പുരുഷാരത്തോട് ദൈവവചനം സംസാരിച്ചു. അവർ പോകേണ്ട സമയമായപ്പോൾ വഴിയിൽ വെച്ച് അവർ ശാരീരികമായി ബലഹീനരായതുകൊണ്ട് നശിച്ചു പോകുമോ എന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി അപ്പം നൽകി. തിന്ന് തൃപ്തരായി തൻ്റെ 12 ശിഷ്യന്മാർ 12 കൊട്ടകളിൽ അപ്പം നിറച്ചു. ഇപ്പോൾ ആ ശിഷ്യന്മാർക്ക് എന്തുണ്ട്? ആവശ്യത്തിന് കരുതലുണ്ട്, ഭക്ഷണമുണ്ട്. ഈ 12 വട്ടി നിറച്ചെടുത്ത ഭക്ഷണം ഇതൊന്ന് ഇരുന്ന് കാലൊക്കെ നീട്ടി കുശലമൊക്കെ പറഞ്ഞ് ഇവർക്കത് ഭക്ഷിക്കാനുള്ള ഒരു ടൈം പീരീഡാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെ, നാം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററേ, ഞങ്ങൾക്കൊരു തൃപ്തി വരണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തൃപ്തി വന്ന് ഞങ്ങൾ ഈ നിലയിലൊക്കെ അങ്ങ് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു അറിയാമോ? ഈ 12 പേരോടും കമ്മിറ്റിക്കാരെ അങ്ങ് മാറ്റി നിർത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളണം? അക്കരയ്ക്ക്, അല്ലേ, പോക എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? പടക് കയറി അവരെ നിർബന്ധിച്ചു. നിങ്ങൾ അങ്ങ് പൊക്കോ, നിർബന്ധിക്കുകയാണ്.
യേശു എന്ത് ചെയ്തു? 5000 പുരുഷന്മാർ, ഒരുപാട് സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഒരു വലിയ ഗണം അവിടെയുണ്ട്. യേശു തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവരെ പറഞ്ഞയക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. നമ്മുടെ ഇവിടെ നമ്മളൊരു കൺവെൻഷൻ വെച്ചാൽ 1000 പേരുണ്ടെങ്കിൽ വണ്ടി തിരിച്ചു വിടാനും ആളുകളെ വിടാനും എത്ര പേരാ, എത്ര സഹോദരങ്ങൾ നമ്മൾ നിർത്തണം. ഇപ്പോ സെക്യൂരിറ്റിക്കാരെയാണ് നിർത്തുന്നത്. എത്ര സെക്യൂരിറ്റിക്കാരാണ് അവിടെ നിൽക്കുന്നത്. എന്നിട്ടും ആരുട്ടും നമ്മൾ പോലും കേൾക്കാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ ഇവിടെ യേശു ഇത്ര വലിയ പുരുഷാരത്തെ എന്ത് ചെയ്തു? തന്നെ ഹാൻഡിൽ ചെയ്യുക. അതൊരു അത്ഭുതമാണ്. അപ്പം കൊടുത്തതിനേക്കാൾ അത്ഭുതമാണ് യേശു. ആമേൻ, ഹല്ലേലൂയ. ഈ വന്ന പുരുഷാരത്തെ ആമേൻ ഗണം ഗണമായി പറഞ്ഞു വിടുകയാ. അതേ ചില ദിവസങ്ങൾ നാഥന്റെ വാക്ക് കേട്ടവർ ആമേൻ സ്തോത്രം തുടർന്നും അവന്റെ വാക്കിനൊത്തവണ്ണം അനുസരണയുള്ളവരായി അവിടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ പത്രോസിനും അതിന്റെ ശിഷ്യന്മാർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ആള് കളിച്ചാൽ കൊള്ളാമെന്ന്. കാരണം ഏതായാലും വയറ് നിറഞ്ഞു, ഇനി അടുത്ത സ്ഥാനമാനത്തിനുള്ള കാര്യമാണ്. സ്തോത്രം. ഇവര് പോകുന്ന പോക്കിൽ പത്രോസൊക്കെ മുന്നിൽ നിന്നിട്ട് അങ്ങനെ പറയാ, ഇതിലെ പോ, അല്ലെങ്കിൽ പ്രമാണിമാരുണ്ടോ, നിങ്ങൾ ഈ വഴി പോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നവരെയൊക്കെ ജനത്തിന്റെ മുമ്പിൽ ഒരു പേരും പെരുമയും ആമേൻ അല്ലെങ്കിൽ കയ്യൊടിയൊക്കെ കിട്ടുമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കർത്താവ് ഒരെണ്ണം പോലും ഇവിടെ, എല്ലാവരും കയറിപ്പോക്കോണം, പടക് കയറിപ്പോക്കോണം, ഒരു ഒറ്റ എണ്ണം ഇവിടെ പാടില്ല. ഇനിയുള്ള ശുശ്രൂഷ എനിക്കുള്ളതാ. പ്രൈസ് ഗോഡ്. ഞാൻ ഇത്രയും ദിവസം ജനത്തിന് ഇരുത്താൻ അറിയാമെങ്കിൽ, അവരെ ആത്മാവിനും വയറിനും ഉള്ളത് എനിക്ക് കൊടുക്കാൻ അറിയാമെങ്കിൽ, അവരെ വിഭാവനം എത്തുമ്പോഴും അവരെ സുരക്ഷിതമായി എത്തിപ്പാൻ എനിക്ക് കഴിയുമെന്ന് ശിഷ്യന്മാരെ സ്വർഗം ഒരു പാഠം പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ കംഫർട്ട് സോണെ പൊളിക്കുക. വട്ടിയെല്ലാം നിറച്ചു. ഒരുപക്ഷെ ശിഷ്യന്മാർ ചിന്തിച്ചു കാണും, ഏതായാലും വീട്ടിൽ പോയി ഭാര്യമാർ കുഞ്ഞുങ്ങളോടൊക്കെ കൂടെ ഇന്ന് വശിച്ച് ഒരു ഫെല്ലോഷിപ്പ് നടത്താൻ. പക്ഷേ യേശു അനുവദിച്ചില്ല. യേശു അവരോട് പുറത്തു പോകാൻ പറഞ്ഞു. എന്തിനെന്നറിയാമോ? നമുക്കറിയാം. സ്തോത്രം. അത് ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു വലിയ കാറ്റടിക്കുക. എന്നാൽ യേശു അവരെ കൈവിട്ടെന്നാണ് തോന്നുന്നത്. അല്ല, അവർ ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ആ കടൽ മീൻ നടന്നു വരുന്ന യേശുവിനെ കണ്ട് ഒരുപക്ഷെ അവർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അവിടെ അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ്. നാഥൻ പറഞ്ഞേച്ച് ആമേൻ ആലിലും നീ കാലുകൾ വെച്ചാൽ ആമേൻ നിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആമേൻ നല്ലയിടയനായ യേശുവിനാ. ആമേൻ ഈ പകൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ ഇറങ്ങിയ ദൈവഭക്തന്മാരെ ആമേൻ നാഥൻ അന്ത്യം വരെയും കരം പിടിപ്പാൻ മതിയായ ദൈവമാ. ആമേൻ ഈ ദേശത്ത് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം. സ്വർഗമാണോ വിളിച്ചത്? ആമേൻ ആലിൽ ഒരുപക്ഷെ നല്ല ജോലി വിട്ട്, ആമേൻ നല്ല ഭവന സാധ്യതകൾ വിട്ട്, ആമേൻ നല്ല സാമ്പത്തിക സ്ഥിതി വിട്ട്, ആമേൻ ആലിൽ അപ്പന്റെയും അമ്മയുടെയും ചെറിയൻ കീഴിൽ ആമേൻ ആശ്രയിക്കാമായിരുന്നു. സകലതിനെയും വിട്ട്, ഉറ്റവരെയും ബന്ധുമിത്രാദികളെയും വിട്ട് ദേശത്തിന്റെ നടുവിലേക്ക് ആമേൻ സുവിശേഷവുമായി ഇറങ്ങിയ ദൈവഭൃത്യന്മാരെ, നാഥൻ നിങ്ങളെ പുലർത്തുവാൻ മതിയായവനാ, അവൻ കരുതാൻ മതിയായ ദൈവമാ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 നമ്മുടെ ആലിലെ കോമൺ ഫിഗർ ആണല്ലോ ഏലിയ. ഏലിയാവിനെ പറ്റി നമുക്കറിയാം. സ്തോത്രം. ഒറ്റയ്ക്ക് ബാലിന്റെ പുരോഹിതന്മാരെ വെട്ടിയവൻ ആമീൻ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? ഗുഹയ്ക്കകത്ത് കയറി നിൽക്കുക. ആമേൻ. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. അവൻ വളരെ കംഫർട്ടായിട്ട് ഇരിക്കുക. ആമേൻ ഇസബെലിന്റെ യാതൊരു കിങ്കരന്മാരും തന്നെ കാണുവാൻ കഴിയുന്നില്ല. അവൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അല്ലേ? നമ്മുടെ ലൈഫിൽ ഇപ്രകാരമുണ്ട്. നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് ഓടുമ്പോൾ ആമേൻ സ്തോത്രം പലപ്പോഴും നാം നമ്മുടെ സേഫ് അല്ലെങ്കിൽ സേഫ് സോണെ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി, ആമേൻ സ്തോത്രം, നല്ല ഒരു ഇടം, ആമേൻ സ്തോത്രം, എല്ലാം ആമേൻ ഹല്ലേലൂയ ചന്തം ഉചിതമായി നടക്കണം പാസ്റ്ററേ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാകണം. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആമേൻ സ്തോത്രം നാം നമ്മുടേതായ നിലയിൽ ചിലതിനെ കെട്ടിപ്പൊക്കുക. ഇവിടെ അതാ ഒരു ഗുഹയ്ക്കകത്ത് അവൻ ആയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവം ചോദിക്കുകയാണ്, ഏലിയാവേ ഈ ഗുഹയ്ക്കകത്ത് നിനക്കെന്ത് കാര്യം? സ്തോത്രം. 3 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പ്രാരംഭമായി എന്ത് സംഭവിച്ചു? ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു, അല്ലേ? സ്തോത്രം. അവന്റെ ആശ്രയത്തെ സ്വർഗം തകർക്കുകയാണ്.
ഒരു കാറ്റടിച്ചപ്പോൾ ആമേ സ്തോത്രം, ആ പാറക്കഷ്ണങ്ങളും ആമേൻ അല്ലല്ലോ അതെല്ലാം അവിടെ ചിന്നിച്ചിതറിപ്പോയി കാണും. എന്നാൽ അതും കൊണ്ടും തീരാത്ത ഏതെങ്കിലും ആമേൻ ഏലിയാവേ നിന്റെ കയ്യിൽ സംരക്ഷണത്തിന് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് രണ്ടാമതായി നാം അവിടെ കാണുന്നത് എന്താണ്? ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഇനി എന്തെങ്കിലും ആശ്രയം ഏലിയാവിന് പറയാനുണ്ടെങ്കിൽ ആ ഭൂകമ്പത്തിൽ ഞാൻ ഇപ്രകാരം ഭാവനയിൽ കാണുകയാ. അവന്റെ സകല ആമേൻ ആശ്രയവും അവൻ കെട്ടിപ്പൊക്കിയ സ്ഥലം ആമേൻ സകല മനക്കോട്ടകളും ആമേൻ ഭാവിയെ പറ്റിയുള്ള അവന്റെ ചിന്തകളും എല്ലാം അവിടെ തകർന്നു വീഴുകയാ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവസാനത്തെ ഒരു പരിപാടി കർത്താവിന്റെ കയ്യിലുണ്ട്. അതെന്താണ്? ഒരു വലിയ തീ. സ്തോത്രം. തീ കൊണ്ട് ആമേൻ ഇനി എന്തെങ്കിലും ഏലിയാവ് എവിടെയെങ്കിലും ആമേൻ മറച്ച് അതിൻ്റെ ഇടയിൽ അഭയം തേടാൻ പരിശ്രമിച്ചാൽ ഏലിയാവേ സ്വർഗം തീ അയച്ച് ആമേൻ അവന്റെ എല്ലാ ആശയും തകർക്കുക. പ്രൈസ് ഗോഡ്. ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊടുങ്കാറ്റ് അടിക്കാറുണ്ടെന്ന്, നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ തീയുടെ അനുഭവങ്ങൾ കടന്നു വരാറുണ്ടെന്ന്. ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഇപ്രകാരം ചില ഭൂമി കുലുക്കത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരാറുണ്ടെന്ന്. അപ്പോഴൊക്കെ ഒരു പരിധി വരെ നമുക്ക് അറിയാത്തത് കൊണ്ടാ. എന്നാൽ അറിഞ്ഞവൻ, അനുഭവിച്ചറിഞ്ഞവൻ, നാഥനെ അറിയുന്നവൻ ആമേൻ മുഖം പുതപ്പ് കൊണ്ട് മൂടി അവൻ പുറത്തു വന്നു നിന്നു. ആമേൻ ഈ ദിവസങ്ങൾ നാം ആശ്രയിക്കുന്ന നമ്മുടെ സേഫ് സോണിനെ സ്വർഗം പൊളിച്ച് ആമേൻ നമ്മെ പുറത്ത് കൊണ്ടുവരുന്നത് നമ്മെ തകർക്കുവാനല്ല, നമ്മെ മുടിക്കുവാനല്ല, പിന്നെയോ നമ്മെ നല്ല മുത്തായി വിളങ്ങി അവന്റെ ഹിതത്തിന് നമ്മെ ഉപയോഗിപ്പാനാ സ്വർഗം നമ്മെ പറ്റി കരുതുന്നത്. ഈ നല്ല ഇടയന്റെ ആഗ്രഹം നിന്നെ പച്ച പുൽമേടുകളിലേക്ക് കൊണ്ടുപോകാനാ. 400 വാലിന്റെ പുരോഹിതന്മാരെ വെട്ടിയതുകൊണ്ട് സ്തോത്രം തീർന്നു എന്ന ചിന്തിച്ചില്ലെന്ന് 3 വലിയ അഭിഷേകങ്ങൾ ആമേൻ ഏലിയാവിനെ ചെയ്തെടുക്കാനുണ്ട്. താൻ ഇതുവരെയും ചെയ്യാത്ത ആമേൻ അതിപ്രധാനമായ ആമേൻ രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്നവരെ അഭിഷേകം ചെയ്യുവാനുള്ള ശുശ്രൂഷ കരങ്ങളിൽ ഇരിക്കുമ്പോൾ ആമേൻ ആമേൻ സ്തോത്രം അന്തപുരത്തിൽ ആരോ പറഞ്ഞ ഒരു വിഷയത്തെ കേട്ട് നീ ഭാരപ്പെടണ്ട. ആമേൻ പ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോൾ ആമേൻ ഈ ലോകത്തിലെ ഉറച്ചിരുന്ന ശ്വാസത്തെക്കാൾ ലഘുവായ മനുഷ്യൻ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ആത്മീക കൂട്ടായ്മയ്ക്കെതിരെ ആമേൻ നിന്റെ പ്രവൃത്തി മണ്ഡലത്തിനെതിരെ, നിന്റെ വിശ്വാസത്തിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നീ ഭാരപ്പെടണ്ട. ആമേൻ നാഥനോട് ചേർന്ന് നിന്നാൽ മതി. അവൻ നിന്നെ അതിലും അതിശയകരവും അതിലും അത്ഭുതകരവുമായ വിഷയത്തിന് അവൻ നിന്നെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവമാ. പ്രൈസ് ഗോഡ്. എല്ലാം തകർന്നു കഴിഞ്ഞപ്പോൾ ഒരു മന്ദമായ സ്വരം അവന്റെ കാതുകളിൽ, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? പ്രൈസ് ഗോഡ്. തുടർന്ന് നമുക്കറിയാം ഏലിയാവിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രയും പറയുവാനേ ആഗ്രഹിച്ചുള്ളൂ. തനിക്കുള്ളവയൊക്കെയും അവൻ എന്ത് ചെയ്യുന്നു? പുറത്തു കൊണ്ടുവരുന്നു. ഈ ദിവസങ്ങൾ നിങ്ങളുടെ ചില ആമേൻ അല്ലെങ്കിൽ അവസ്ഥകൾക്ക് ചില തീച്ചൂളയുടെ ശോധനയുണ്ടെങ്കിൽ ഒരു കാര്യം ഗ്രഹിച്ചു, ദൈവത്തിന് അതിൻ്റെ പുറകിൽ നിങ്ങളെപ്പറ്റി വലിയൊരു ഉദ്ദേശമാണ് ഉള്ളത് കേട്ടോ. ആമേൻ അല്ലെങ്കിൽ ഒരു വലിയ രോഗത്തിൻ്റെ അനുഭവത്തിലാണോ, ഒരു വലിയ പ്രതിസന്ധിയാണോ, ആമേൻ അത് തീച്ചൂളയുടെയോ ഒരു ഭൂമി കുലുക്കത്തിൻ്റെയോ ഒരു വലിയ കാറ്റടിക്കുന്ന അനുഭവമാണോ, അതൊരു ഈശാന മൂലം കാറ്റാണോ, ഭാരപ്പെടണ്ടെന്ന് ആമേൻ സ്വർഗം നിന്നെ കരുതിക്കൊള്ളും. അവൻ നിന്നെ വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. ആമേൻ സ്തോത്രം. ആമേൻ ആ കൊടുങ്കാറ്റിന്റെ മധ്യേ നിനക്ക് വേണ്ടി കരുതുന്ന ആമേൻ സ്വർഗീയ കരുതൽ ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുക. ആമേൻ കടന്നു പോകുന്ന തീച്ചൂളയുടെ ശോധനയുണ്ടല്ലോ, അത് നിന്നെ നശിപ്പിക്കാനല്ല, ആമേൻ ദൈവ പദ്ധതി വെളിപ്പെടുവാൻ വേണ്ടിയാ. ആരോടും പറയുവാൻ കഴിയാതെ ഹൃദയത്തിൽ തേങ്ങി തേങ്ങി കരയുന്ന അവസ്ഥകളെ സ്വർഗം കാണുകയാണ്. പ്രാർത്ഥന മുറിയിൽ തനിച്ചിരുന്ന് കണ്ണീർ വാർക്കുന്ന അനുഭവത്തെ സ്വർഗം ഈ രാത്രിയിൽ ദർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ പ്രതികൂലം തകർക്കുവാനല്ല,
ഈ പ്രതിസന്ധി നിന്നെ ഇല്ലായ്മ ചെയ്യുവാനല്ല, പിന്നെയോ കരം പിടിച്ചു വഴി നടത്തുന്ന ആ നല്ല നാഥന്റെ സ്വരം ഒന്ന് കേൾപ്പിക്കുവാനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പുറത്ത് കൊണ്ടുവന്ന ശേഷം സ്വർഗം ചെയ്യുന്ന അടുത്ത പരിപാടിയാണ് ഇടയൻ ചെയ്യുന്നത്. അവയ്ക്ക് മുമ്പേ നടക്കുന്നു. നമുക്കറിയാം 3 തരത്തിൽ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നടക്കാൻ തുടങ്ങും, അല്ലേ? പല നിലയിലെ ആളുകൾ ദൈവത്തിനോട് ചേർന്ന് നടക്കുമ്പോഴും അവർ ചില മനക്കോട്ടകളെ കെട്ടി ചിലരൊക്കെ അവരുടെ മുമ്പിൽ വെക്കും. അങ്ങനെ 2-3 പേര് പെട്ടെന്ന് പരിചയപ്പെടുത്തി സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഇരുപ്പാൻ ആഗ്രഹിക്കുക. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ലൂക്കോസിന് ശേഷം 18:39 ഇവിടെ അതാ ഭർത്തിയുമായി ഇപ്രകാരമാ പറയുന്നത്, അല്ലേ? സ്തോത്രം. ഭർത്തിയുമായുള്ള ആ പാസേജിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടെ അതാ മുന്നമേ നടക്കുന്നവരെന്തു ചെയ്തു? അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. ഇങ്ങനെയാ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നടന്നാൽ അവനിലാണ് ആശ്രയമെങ്കിൽ, അവന്റെ ആലോചനകൾക്കാണ് ഒരു ദൈവ പൈതൽ അമേ സ്തോത്രം കാലുകൾ വെക്കുന്നുവെങ്കിൽ അവന്റെ ഇംഗിതത്തിനൊത്തോണം നാം നിന്നു കൊടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഭക്തന്മാർ പറയുന്നത് എന്താണ്? പ്രൈസ്, നടപ്പ് യേശുവിൻ്റെ ഒപ്പമാ, പക്ഷേ കയ്യിലിരിപ്പ് വേറെയാ. അതുകൊണ്ടാണ് ആമേൻ ഒരു പാവപ്പെട്ടവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകട്ടെ എന്നല്ല അവർ ചിന്തിച്ചത്, അവനെ മിണ്ടാതിരിപ്പാൻ അവർ ശാസിച്ചു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവനോ എന്നിങ്ങനെയാണ് ഏറ്റവും അധികം നിലവിളിച്ചത് അവിടെ നിൽക്കട്ടെ. ഈ മുന്നമേ നടക്കുന്നവർ അവരെ ശാസിക്കുന്നവരാ. ഈ പകൽ ഈ സന്ധ്യയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, നാം ദൈവസന്നിധിയിൽ ഓർക്കേണ്ട ഒരു കാര്യം, നാം ദൈവത്തെയല്ല മനുഷ്യന്റെ ആലോചനയാണ് നമ്മുടെ മുമ്പിൽ ആമേ സ്തോത്രം വഴികാട്ടിയായി നാം വെച്ചതെങ്കിൽ, മനുഷ്യയിലാണ് ആശ്രയമെങ്കിൽ, ആമേ ചില പ്രവാചകന്മാരിൽ മാത്രം, ആമേ ചില ആമേ നാലിൽ ഔദ്യോഗിക അല്ലെങ്കിൽ പ്രൈസ് ഗോഡ് ആത്മീക നേതൃത്വത്തിലാണ് നമ്മുടെ ആളുടെ ചിന്തയെങ്കിൽ, അവരിലാണ് നമ്മുടെ കണ്ണെങ്കിൽ, അവരുടെ മുഖത്താണ് നാം ആശ്രയം വെക്കുന്നതെങ്കിൽ അവർ നമ്മെ ശാസിക്കും. നാം ഗുണം പിടിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. 2 പെട്ടെന്ന് പറഞ്ഞു വിടുക. ലൂക്കോസ് 22:47 നമുക്കറിയാവുന്ന കഥാപാത്രമാ യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ, അല്ലേ? ഇപ്രകാരമാണ് അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം 12 ഒരുവനായ യൂദ അവർക്ക് മുന്നമേ നടന്നു യേശുവിനെ ചുംബിപ്പാൻ അടുത്തു. മുന്നമേ നടന്നു വരികയാണ്. അമേ സ്തോത്രം. ഒരു പാത്രത്തിൽ നിന്ന് കടിച്ചവൻ, അമേ സ്തോത്രം, അപ്പം നുറുക്കി അവന്റെ വായിൽ വെച്ച് കൊടുത്ത സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവൻ മറ്റുള്ളവരെക്കാൾ മുന്നമേ നടന്നു വരികയാ. ഇത് മനുഷ്യന്റെ ഒരു ആറ്റിറ്റ്യൂഡാ, മനുഷ്യന്റെ ഒരു മനോഭാവമാ. പ്രിയപ്പെട്ടവരെ, അമേ സ്തോത്രം, ഈ ദിവസങ്ങൾ നോക്കണമേ. ആമേൻ, ഒറ്റിക്കൊടുക്കുന്ന ചില യൂഥമാർ, ആമേൻ, നാം ആശ്രയം വയ്ക്കുന്ന ചില മാനുഷിക അനുഭവങ്ങൾ, ഒരു പക്ഷെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരു പക്ഷെ തലമുറകളുടെ വിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ഒരു പക്ഷെ ഭവനത്തിന്റെ ആമേ ആത്മിക ഭൗതിക സാഹചര്യങ്ങളുടെ വിഷയത്തിലായിരിക്കാം. അവിടെയൊക്കെയും ഈ ദിവസങ്ങൾ മനുഷ്യനെയാണ്, മാനുഷിക ആലോചനയാണ് മുന്നമേ നടക്കാൻ വിട്ടതെങ്കിൽ അത് നിന്നെ ഒറ്റിക്കൊടുക്കും, നിന്നെ ഒറ്റപ്പെടുത്തും, നിന്നെ അത് അകപ്പെടുത്തി കളയുവാനുള്ള ചില ആലോചനകളാ. അതിൽ നിന്ന് നീ ദിവസങ്ങൾ ഒരു വിടുതൽ പ്രാപിക്കേണ്ടത് ആവശ്യമാ. 3 ഞാൻ പെട്ടെന്ന് പറയുകയാണ്. സ്തോത്രം. ഈ 2 ദിനവൃത്താന്തം 1:22 അമേ സ്തോത്രം ദേശം ഒറ്റുനോക്കാൻ പോകുന്നവരാ. ആമേൻ, ഗോത്രത്തിൽ നിന്ന് 12 പേര് ഓരോരുത്തരെ വെച്ച് കമ്മിറ്റിക്കാരെ വിട്ടു. സ്തോത്രം. ഇവരെന്ത് ചെയ്തു? എല്ലാവരും അടുത്തു വന്ന് നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കുക. അവർ ദേശം നമുക്ക് മുന്നമേ ചില ആളുകളെ അയക്കുക, അവർ പോയി വെച്ച് വരട്ടെ. താഴോട്ട് ആ ചാപ്റ്റർ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ചിലരുടെ വാക്കുകളാൽ സഹോദരന്മാരുടെ ഹൃദയം അവരെന്ത് ഉരുക്കി കളഞ്ഞു. മനസ്സിലായോ? ചില മനുഷ്യർ മുന്നമേ നടന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ആലോചനയാൽ ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയം ബലഹീനമായി. ആമേൻ, അവർ ഭയപ്പെടുന്ന നിലവാരത്തിലായി. ആമേൻ, ഞാൻ ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തെന്നറിയാമോ? മാനുഷിക നിലയിൽ ചിന്തിച്ചാൽ, ആമേ, മാനുഷിക ആലോചനകൾ മുമ്പേ പോയാൽ, മാനുഷിക ബുദ്ധിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ആമേൻ, ജീവിതയാത്രയിൽ ആമേൻ ഒറ്റപ്പെടലുകളും, ആമേ സ്തോത്രം, ഒറ്റിക്കൊടുക്കപ്പെടലുകളും, ഹൃദയം ക്ഷീണിച്ച് ഭയപ്പെട്ട് ആമേ ദൈവസ്ഥ ഒന്നും പ്രാപിപ്പാൻ കഴിയാതെ താളടിയായി നാശമായി പോകും. എന്നാൽ നല്ല ഇടയൻ മുന്നിൽ പോയാലോ? സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് മുന്നിൽ പോയാലോ?
വായിക്കാം. യെശയ്യാ പ്രവചനം 45:2 എന്താ സംഭവിക്കുന്നതെന്ന് ആമേൻ അഭിഷിക്തനായ കോരശിനോട് ബന്ധത്തിൽ വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? സ്വർഗം നമുക്ക് മുമ്പേ നടന്നാൽ, യേശു നമുക്ക് മുമ്പേ നടന്നാൽ, ദൈവ ആലോചന നമുക്ക് മുമ്പേ നടന്നാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? വായിച്ചാട്ടെ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ആ ദുർഘടങ്ങളെ നിരപ്പാക്കും. താമ്രവാതിലുകളെ ഞാൻ എന്ത് ചെയ്യും? തകർക്കും. ഇരുമ്പിന്റെ ഓടാമ്പലുകളെ ഞാൻ എന്ത് ചെയ്യും? നിനക്ക് വേണ്ടി ഞാൻ ഖണ്ഡിച്ചു കളയും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, വൺസ് ഇൻ യുവർ ലൈഫ് ടൈം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവ സാന്നിധ്യത്തെ നിങ്ങളുടെ മുന്നമേ പോകുവാൻ, ദൈവാലോചനയെ നിങ്ങളുടെ മുമ്പേ പോകുവാൻ, ആമേൻ, ദൈവ വചനത്തെ നിങ്ങളുടെ മുമ്പേ പോകുവാൻ, ദൈവ ശക്തിയെ നിങ്ങളുടെ മുമ്പേ പോകുവാൻ, യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ ദേശത്ത് ആമേൻ മുന്നമേ ഉയർത്തി കാണിക്കുന്നുവെങ്കിൽ ആമേൻ എന്ത് സംഭവിക്കുന്നു? അവൻ ദുർഘടങ്ങളെ നിരപ്പാക്കും. ആമേൻ. ആരോടാണ് ദൂത് പറയുന്നത്? അഭിഷിക്തനായ കോരശിനോടാ. പേര് അഭിഷിക്തൻ എന്ന ജാതിക രാജാവാണെങ്കിലും അവൻ ഒരു അഭിഷിക്തൻ എന്ന് ദൈവം വിളിക്കുക. പക്ഷേ അഭിഷിക്തനോട് പറയുക, നിന്റെ മുമ്പിലെ ദുർഘടങ്ങൾ ആമേൻ ഞാൻ നിരപ്പാക്കുന്ന ദൈവമാ. ഈ ദിവസങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന ജീവിതമേ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ആമേൻ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു സ്വർഗ സാന്നിധ്യം ഈ സന്ധ്യയെങ്കിൽ ആമേൻ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുക. നീ യെരിഹോ മതിലെന്ന് കരുതുന്ന, അമ്മേ സ്തോത്രം, അസാധ്യമെന്ന് കരുതുന്ന, അമ്മേൻ രോഗമെന്ന് കരുതുന്ന ഏത് പ്രതിസന്ധി ആകട്ടെ, അതിനുമേൽ ദൈവത്തിന്റെ നാമം അതിശക്തമായി കടന്നു വന്ന് അത് നിരപ്പാക്കുമെന്നാ പറഞ്ഞ. അമ്മേ സ്തോത്രം. ഒരു കർഷകൻ കട്ട ഉടച്ച്, അമ്മേ സ്തോത്രം, നിലം ഉഴുതുമറിച്ച് അവസാനത്തെ ഒരു പണിയുണ്ട്. അമ്മേ സ്തോത്രം, ഒരു പലക പോലത്തെ അമ്മേൻ ഹല്ലേലൂയ ഒരു അമ്മ മരത്തടി വെച്ച് ഈ കാളയുടെ പുറത്ത് വെച്ച് കെട്ടി അവൻ വലിക്കും. എന്തിനാ? കട്ടകളൊക്കെ ഉടച്ചൊന്ന് നിരപ്പാക്കാൻ. എന്തിനാ നിരത്തുന്നത് നമുക്കറിയാം. അമ്മേൻ ഹല്ലേലൂയ. ഇതിന്റെ പുറകിൽ അമ്മേൻ ഒരു മുൻമഴ വരും. അതിനുശേഷം താൻ വിത്ത് വിതയ്ക്കും. പിന്നെ തനിക്കൊരു കൊയ്ത്തിന്റെ അനുഭവമാ. അമ്മേ സ്തോത്രം. പിന്നെ തനിക്ക് ആമേൻ ഒരു കൊയ്ത്തിന്റെ അനുഭവമാ. ദൈവ പൈതലേ, ഈ ദിവസങ്ങൾ ജീവിതത്തിലെ ചില കട്ടകളെ ഉടയ്ക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുക. ചിലതിനെ നിരപ്പാക്കുവാൻ, നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നതിന്, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, ഭവനത്തോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങൾ നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അത് എത്ര വലുതാകട്ടെ, അത് സുവിശേഷ വേലയിലാകട്ടെ, കട്ടകളെ ഉടയ്ക്കുന്നവന് മുന്നമേ കടന്നു ചെല്ലുവാൻ അനുവദിക്കൂ. ഒരു ശക്തിക്കും നിന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, ഓ യെസ് ഹല്ലേലൂയ, ദുർഘടങ്ങൾ ആമേൻ അത് നിരപ്പാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഉടയട്ടെ, കട്ടകൾ ഉടയട്ടെ. ആമേൻ ഹല്ലേലൂയ. മുൻമഴയയപ്പാൻ സ്വർഗം തയ്യാറാ. ആമേൻ. പിന്മഴയും അയച്ച് ആർപ്പിൻ അനുഭവം തരുവാൻ സ്വർഗം ഈ ദിവസങ്ങൾ തയ്യാറാ. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, കർത്താവേ, എന്റെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ജാതികളിൽ നിന്നുള്ള ആമേ പോരുകൾ, ആമേ സ്തോത്രം, അതിന് ദിവസങ്ങളൊന്ന് നിരപ്പാക്കണമേ. എന്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ നന്മകളെ മേൽ വാദിക്കുന്ന ചില പ്രതികൂല സാഹചര്യത്തെ, ചില ദുർഘടങ്ങളെ സ്വർഗം അതിനെ നിരപ്പാക്കണമേ. ശ്രദ്ധിക്കുന്ന ജീവിതങ്ങളെ അമിച്ചരോടായ ദൈവാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാണ്. ഈ ദിവസങ്ങൾ ചില ദുർഘടങ്ങളുടെ മുഖത്ത് ആമേ മനസ്സ് ക്ഷീണിച്ച് ഹൃദയം നുറങ്ങിയിരിക്കുന്ന ചില ജീവിതങ്ങൾ ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗ പറയുന്നു, വചനത്തെ മുന്നമേ പോകുവാൻ, ദൈവ സാന്നിധ്യത്തെ മുന്നേ പോകുവാൻ തിരുനാമം ഉയർത്തിയാൽ മതി. തിരുനാമം ഉയർത്തിയാൽ മതി. ദുർഘടങ്ങൾ നിന്റെ മുമ്പിൽ നിരപ്പാകും. അടുത്തതാ പറഞ്ഞ താമ്ര വാതിലുകൾ. ആമേൻ സ്തോത്രം. ആമേൻ ബ്രോൺസ് ആണ്. ആമേൻ ഹല്ലേലൂയ കാഠിന്യമുള്ളതാ.
ആമേൻ, ആ വാതിലുകൾ ഞാൻ തകർക്കും. പക്ഷേ ലെറ്റ് മീ ഗോ ബിഫോർ യു, നിന്റെ മുമ്പിൽ പോകാൻ എന്നെ അനുവദിക്ക്. എൻ്റെ സാന്നിധ്യം നിന്റെ മുമ്പിൽ പോകാനെന്ന് അനുവദിക്ക്. ആമേൻ. അതെങ്ങനെയാ? ആത്മിക ആരാധന വെളിപ്പെട്ടാൽ മതി. ഭവനത്തിനകത്ത് ആത്മിക ആരാധന വെളിപ്പെട്ടാൽ മതി. ദൈവസഭയിൽ ദൈവവചനം ഒന്ന് ഉയർത്തിയാൽ മതി. ആമേൻ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ആ നിലവാരത്തിൽ നിന്നെ തന്നെ ഒന്ന് ഒരുക്കി കൊടുത്താൽ മതി. ആമേൻ. ചില താമര വാതിലുകൾ നിന്റെ മുമ്പിൽ സ്വർഗം എന്ത് ചെയ്യുമെന്ന് തകർക്കുമെന്നാ പറഞ്ഞത്. ദൈവഭൃത്യന്മാർ ആ കാരാഗ്രഹത്തിൽ ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുകയാണ്. പട്ടണവാതിൽ വരെയും അവർ നിലയിൽ ചില വാതിലെ സ്വർഗം തുറന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇത്രത്തോളം വലിയ കാര്യങ്ങളൊന്നും നാം അഭിമുഖീകരിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാ, പക്ഷെ ഹൃദയം ഭാരപ്പെടുകയാ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ എൻ്റെ വൻകരം നീട്ടുവാൻ മതിയായ ദൈവമാ. ആമേൻ. ദൈവാരാധന ഒന്ന് വെളിപ്പെട്ടാൽ മതി, വിശുദ്ധി ഒന്ന് വെളിപ്പെട്ടാൽ മതി, ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ചില കട്ടകൾ ഉടയുവാൻ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ആമേൻ. ഹല്ലേലൂയ. ചില ഭവനങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവകരങ്ങളിൽ ഒന്ന് താഴ്ന്നിരുന്നാൽ മതി. എന്റെ സാന്നിധ്യം നിനക്ക് മുന്നമേ കടന്ന് ആമേൻ ഒരു പ്രവൃത്തി നടത്തുവാൻ ഞാൻ മതിയായ ദൈവമാ. മൂന്നാമതായി പറയുന്നു, ഇരുമ്പിന്റെ ഓടാമ്പലുകൾ എന്തു ചെയ്യും? ഖണ്ഡിച്ചു കളയും, അതിനെ മുറിച്ചു കളയും. ആമേൻ. സ്തോത്രം. ഭാവിയോടുള്ള ബന്ധത്തിൽ, നന്മകളോട് ബന്ധത്തിൽ ആമീൻ എത്ര ഓടാമ്പലയിട്ട് ലോക്ക് ചെയ്താലും സ്വർഗം പറയുന്നു, ആമീൻ ഹല്ലേലൂയ, സകലത്തിൻ്റെയും അധികാരം എൻ്റെ കയ്യിലാണ്. ആമീൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ഇപ്രകാരമാണ് വായിച്ചത്. 7-8 ഇപ്രകാരമാണ് പറയുന്നത്, ഇതാ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലാണ്. ഞാൻ തുറന്നാൽ ആമീൻ ആർക്കും അടപ്പാൻ കഴിയുകയില്ലെന്ന് വിശ്വസിച്ചു. മുന്നമേ സാന്നിധ്യം കടന്നു പോയാൽ ആമേൻ സ്തോത്രം, എൻ്റെ സ്വർഗം അടച്ചാൽ ആർക്കും തുറപ്പാൻ കഴിയുകയില്ല. ഇതാ നിന്റെ മുമ്പിൽ ഞാൻ വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു വന്ന വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഈ പ്രശ്നത്തെ അഭിമുഖീകരിപ്പാൻ കഴിയാതെ ഈ ദിവസങ്ങൾ നീ നീറുന്ന നിന്റെ ഹൃദയത്തെ, നിന്റെ തേങ്ങലിനെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. സ്വർഗം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഈ ദിവസങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാ. 2025 എന്ന പുതിയ വർഷം സദേ സുവിശേഷ വേലയുടെ ആമേൻ വായിലിൽ സ്വർഗം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറപ്പാൻ പോകുക. വിശ്വസിച്ചാട്ടെ, എൻ്റെ ഭവനത്തിനകത്ത് പറഞ്ഞാട്ടെ, ഓ സ്വർഗം ഒരു പുതിയ വാതിൽ തുറക്കുക. എങ്ങനെ സാധ്യമാ? ആമേൻ. ലെറ്റ് ഹിസ് പ്രസൻസ് ഗോ ബിഫോർ മീ. ആമേൻ. അല്ലെ അവന്റെ സാന്നിധ്യം എൻ്റെ മുമ്പിൽ പോകാൻ ഞാൻ എപ്പോൾ അനുവദിക്കുന്നുവോ അപ്പോൾ സ്വർഗം എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാ. ആമേൻ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. ആമേൻ. നമുക്ക് മുമ്പേ കടന്നു ചെന്ന് ആമേൻ സ്തോത്രം അതേ വഴികളെ തുറക്കുന്ന ദൈവമാ. യെശയ്യാ പ്രവചനം 45 ആമേൻ ആ വായിച്ചതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കോരശിനോട് പറയുന്ന എന്താണ്? ഇരുട്ടിലെ ഗുപ്ത നിക്ഷേപങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. ഇതുവരെ മറഞ്ഞിരിക്കുന്ന ചിലതുണ്ട്, അതിനെ വെളിപ്പെടുത്തുവാണെങ്കിൽ ആമേൻ സ്തോത്രം പ്രിയപ്പെട്ടവരെ, അതേ ചില മറഞ്ഞിരിക്കുന്ന ചില ആത്മാക്കൾ ഈ ദിവസങ്ങൾ ആമേൻ സുവിശേഷവരോട് ബന്ധത്തിൽ അതേ വിടുവിക്കപ്പെടുവാൻ നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ദേശത്ത് ആമേൻ